ഗൈസ്, ഇന്ന് നിങ്ങൾക്ക് അറിയാം കുറേ താലിമാല കളക്ഷൻസുകളല്ലേ. ഞാനിപ്പോൾ നമ്മുടെ എടപ്പള്ളി ടോൾ ജംഗ്ഷൻ്റെ ശരവണഭവൻ്റെ അടുത്തുള്ള നമ്മുടെ ഷോപ്പിലാണ് നിൽക്കുന്നത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കുറേ വെറൈറ്റി ആയിട്ടുള്ള താലിമാലകൾ വന്നിട്ടുണ്ട്. നല്ല ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസിൽ തന്നെ അതിനകത്തുണ്ടല്ലോ നമുക്ക് ഏകദേശം ഒരു 60,000 രൂപക്ക് നിൽക്കുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള താലിമാലകളാണ് കേട്ടോ ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ഡെയിലിയും യൂസ് ചെയ്യാൻ പറ്റിയ പാറ്റേൺസിൽ തന്നെയുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ആണ്. ഇതെല്ലാം ഡയറക്റ്റ് ഷോപ്പിൽ വന്നില്ലെങ്കിലും ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആണ്. ഇപ്പം അറിയാലോ, നമ്മുടെ UAE നമുക്ക് ലോകം മൊത്തം നമുക്ക് ഓൺലൈൻ പർച്ചേസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ UAE നമ്പർ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ആ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓൾ ഇന്ത്യ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ അടിപൊളി കളക്ഷൻസുകളെല്ലാം വന്നിട്ടുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. അപ്പോൾ താലിമാലകളെല്ലാം നമ്മൾ അപ്പുറത്തെ സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് അറിയാം നമുക്ക് അടിപൊളിയായിട്ടുള്ള വെഡ്ഡിങ്ങിന് പറ്റിയ കുറേ മോഡൽസുകളാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നോക്കിയേ, കുറേ കേരള ഡിസൈൻസിലും അതേപോലെ തന്നെ നമ്മുടെ ആൻറ്റിക് ചെട്നാട് ഡിസൈൻസുകൾ നിങ്ങൾക്ക് അറിയാം കുറേ വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടെന്ന്. അതാണ് നമുക്ക് ഈ സെക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കേരള നെക്ലസുകളും അതുപോലെ ബാംഗിൾസ് ഒക്കെ വന്നിട്ടുണ്ട്. മാല എടുത്ത് വെച്ചിട്ടില്ലേടാ? ആ, അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാണാനല്ലേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അല്ലേ. അത് തന്നെ നമുക്കിപ്പോൾ കാണാം. നല്ല സൂപ്പർ മോഡൽസിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകൾ. ഇപ്പോൾ ഓണം കഴിഞ്ഞാൽ നമ്മുടെ ഓഫേഴ്സുകൾ 30-ാം തീയതി വരെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറേ ഡിസൈൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസുകൾ. ദുബായിലായത് കാരണം അവിടുത്തെ കളക്ഷൻസാണ് ഇപ്പോൾ കുറേ പ്രാവശ്യം കാണിച്ചത് അല്ലേ. ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പോൾ നാട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ വെക്കേഷന് പോയതാണ്. അവിടെയും കുറേ കളക്ഷൻസ് നമ്മൾ ടിക്ടോക്കിലൊക്കെയാണ് കൂടുതലും ഇടുന്നത് കേട്ടോ. അപ്പോൾ അത് ഇവരിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം എല്ലാം 60,000 രൂപ താഴെ വരുന്നത്, 59, 60 ആ ഒരു റേഞ്ചിൽ വരുന്ന മാലകളാണ് കേട്ടോ. കാണാല്ലേ, ഓരോന്നായിട്ട് കാണാം. ബാ, അപ്പോൾ അതെ കാണിച്ചു തുടങ്ങാം ഓരോ മോഡൽസ്. ഞാനൊന്ന് ഇരുന്ന് ചെയ്തോട്ടേടാ. ഇരുന്ന് സാവകാശം കാണിക്കാം അല്ലേ. സാവകാശമല്ല കേട്ടോ, പെട്ടെന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും ടൈമല്ലേ വലുത് അല്ലേ. ബാ, ആദ്യത്തെ നമ്മുടെ ഡോൺ ഡിസൈൻ ആണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ഡിസൈൻ, ആ ഒരു വെയിറ്റ്, ആ ഒരു എമൗണ്ട് വന്നാലും ഇറക്കം തല വഴി ഇടാവുന്ന ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഡോൺ ഡിസൈൻ നോക്കിക്കേ, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനിൽ തന്നെ അത്യാവശ്യം നല്ല പൊലിമയിൽ തന്നെ. ഇതിപ്പോൾ ആദ്യം ജെൻസ് ആയിരുന്നു കൊണ്ടുപോകണം, പക്ഷേ ഇപ്പോൾ ലേഡീസും താലിമാലയിട്ടൊക്കെ കൊണ്ടുപോകും കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണേ. അടുത്തത് വന്നിട്ട് കുറേ മോഡൽസ് ഉണ്ട് കേട്ടോ. നമ്മുടെ മെഷീൻ ചെയിൻസിലും ഹാൻഡ് മെയ്ഡ് ചെയിൻസിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ സവിധം ഡിസൈൻസ് എടുക്കാം. ഇതോടെ അടിപൊളിയായിട്ടുള്ള പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ സവിധം ഡിസൈനാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ കട്ടകൾ കണ്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നതാണ് കേട്ടോ, സവിധം പാറ്റേൺസിൽ. അതുപോലെ പിന്നെ ഒരു ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കണം, അതേത് ഓരോ പാഡ് അനുസരിച്ച് വെച്ചേക്കണം കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള നമ്മുടെ ലോട്ടസ് ചെയിൻ കണ്ടോ. ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും, പക്ഷെ എല്ലാം നിങ്ങൾ വെയിറ്റ് കൂടിയതിലായിരിക്കും കേട്ടോ കണ്ടേക്കണം. വെയിറ്റ് കുറഞ്ഞതിൽ അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല. അത്രയും വെറൈറ്റി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻസുകളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അടുത്തത് നമ്മുടെ സവിധം കട്ട ഡിസൈൻസ്. ഇതൊന്ന് നോക്കിക്കേ നിങ്ങൾ കണ്ടോ. ഇടക്കിടക്ക് കട്ടകൾ നല്ലൊരു ഗ്ലേസിങ് ഡിസൈൻസിലൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലിലാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് 60,000 രൂപ റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് പൊലിമ ചിലവരുണ്ടല്ലോ, നമുക്ക് വരുമ്പോൾ പറയും എന്താ ജോലിക്കൊക്കെ പോണവരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ പോണവരാണ്. അപ്പോൾ അവർക്കൊക്കെ നമുക്ക് വേണ്ടി ഇതേപോലത്തെ തിന്നായിട്ടുള്ള ഡിസൈൻസ്. പക്ഷേ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇതേപോലെ തന്നെ വൈറ്റ് ഗോൾഡിൻ്റെ നീളം ക്യാപ്സൂൾ ടൈപ്പ്, സിലിണ്ടർ ടൈപ്പ് വൈറ്റ് ഗോൾഡൊക്കെ വരും കേട്ടോ. അതെല്ലാം സൂപ്പർ ഡിസൈൻസിൽ വന്നിരിക്കുന്നതാണ്. പിന്നെ അതെ നമ്മുടെ എന്തോന്നാണ് ഇത്, ഗോൾഡ് ഫിംഗർ ചെയിൻ കണ്ടോ. അത്യാവശ്യം നല്ല ഉരുണ്ടിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു ചതുരം, പക്ഷെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഈ ഒരു ഗോൾഡ് ഫിംഗർ ചെയിനും സുന്ദരി ചെയിനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദുബായിൽ നിന്ന് അജ്ജും ഞാനും കൂടി ഇടിപിടിച്ച് അവിടെ മറ്റേ ഡ്രാഗൺ ചെയിൻ എന്ന് പറയണതിന് തന്നെ നമ്മുടെ സുന്ദരി ചെയിൻ എന്ന് പറയണത്. അപ്പോൾ അവർ പറഞ്ഞാൽ അത് നാട്ടിലില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മുറ്റ് സ്റ്റണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഡ്രാഗൺ ചെയിൻ നമ്മുടെ സുന്ദരി തന്നെയാണ്. ഇതുണ്ടോ, ഇത് നമ്മുടെ ഒരു ബോംബെ ചെയിൻ പോലത്തെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നുണ്ട്. നല്ലൊരു ഗ്ലേസിങ് ആയിട്ടുണ്ട് ഈ ഒരു ചെയിൻ. പിന്നെ നമ്മുടെ ചെയ്ത് ഞാനിവിടെ വെക്കാം. ഇത് പിന്നെ നമ്മുടെ ഇൻസ്റ്റാ റീൽസിൽ കുറേ മോഡൽസുകൾ ഇടുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കണേ. അതെ, ഇത് നമ്മുടെ എസ് ലീഫ് കണ്ടോ, എസ് ലീഫ് ഡിസൈൻ വന്നിട്ടുണ്ട്. അതെല്ലാം നല്ല സിമ്പിളായിട്ടുള്ള ഒരു മോഡലിൽ തന്നെ വന്നിരിക്കുന്നതാണ് നമ്മുടെ എസ് ലീഫ്. ഇതെല്ലാം ഓരോ വെറൈറ്റി. ഇതിപ്പോൾ നമ്മൾ ജെൻസിനും ലേഡീസിനും ഒക്കെ ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു മോഡലിൽ വന്നിരിക്കുന്നതാണ്. അതെ നമ്മുടെ നാട്ടിലെ സുന്ദരിയും ദുബായിലെ ഡ്രാഗണും
കണ്ടോ, ഇങ്ങനെ ഉരുണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ടുപിടിച്ചായിരുന്നു, ഡ്രാഗൺ ചെയിൻ ഇത് തന്നെയാണ് അല്ലേ. നമുക്ക് മാറ്റി നമ്മുടെ നാട്ടിലും ഡ്രാഗൺ ചെയിൻ എന്നൊക്കെ വിളിക്കാട്ടോ ഇതിനാ, കാരണം അത്രയും സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാട്ടോ. ജെൻസിന് നമുക്ക് കൊണ്ടുപോകാം. ഇത് നോക്കിക്കേ, സീലോ ഡിസൈൻ. ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഡിസൈനെ കുറിച്ച്. എനിക്ക് ഇഷ്ടപ്പെട്ട ചെയിനാണ് കേട്ടോ, സീലോ ഡിസൈനിൽ തന്നെ വരുന്നത്. ഇതൊക്കെ നമുക്ക് ഒരു 60,000 രൂപ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, എല്ലാം സൂപ്പറായിട്ടുള്ള ഡിസൈനിൽ. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ട ഡിസൈനായ പരസ്പരം ഭയങ്കര ഫേമസ് അല്ലേ. പരസ്പരം സീരിയൽ കണ്ട എല്ലാവർക്കും അറിയാൻ പറ്റും. അതിനകത്ത് ദീപ്തി IPS ഇടണം അല്ലേ. ഇവിടെ സീരിയൽ കാണുന്നവന്മാരെ ഇവിടെ എല്ലാവരും കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ചിരിക്കണത്. ഇത് നോക്ക്, ഇത് നല്ലൊരു ഭംഗിയാട്ടോ. നമ്മുടെ ഗോൾഡ് ഫിംഗർ ചെയിനിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫുൾ ബോൾസ്, വൈറ്റ് ഗോൾഡ് ബോൾസ് ഒക്കെ വരുന്ന രീതിയിലുള്ളത് കണ്ടോ. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത്. പിന്നെ അത് ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ നമുക്കിപ്പോൾ വന്നിരിക്കുന്നതാണ് കേട്ടോ. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഡിസൈൻ കണ്ടോ, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഞാൻ അധികം ഡെയിലി യൂസ് ചെയ്യാൻ ഞാൻ നിങ്ങളെ നിർബന്ധിക്കില്ല, കാരണം കുറച്ചൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇതൊക്കെ നല്ല സിമ്പിൾ ലുക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിൽ തന്നെ ഇതും വന്നിരിക്കുന്നത് കണ്ടോ. ഇതെല്ലാം 60,000 രൂപ റേഞ്ചിൽ തന്നെ വന്നിരിക്കുന്ന ഒരു മോഡല്. അതുപോലെ നമ്മുടെ സ്വന്തം ഗാംഗുലി ചെയിൻ ഉണ്ട് കേട്ടോ. ഗാംഗുലി ചെയിൻ, ഇതെല്ലാം സൂപ്പറായിട്ടുള്ളൊരു ഗാംഗുലി ചെയിനാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ എന്തോന്നാ, സവിതം കട്ട കാണിച്ചു. പിന്നെ ഇതൊന്ന് നോക്കിക്കേ, നമ്മുടെ പരസ്പരം ഡിസൈനിൽ വരുന്നുണ്ടല്ലോ, റോസ് ഗോൾഡും യെല്ലോ ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള രീതിയിൽ കണ്ടോ. ഇതെല്ലാം നല്ല സൂപ്പർ ഡിസൈനിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് നമ്മുടെ എന്തോന്നാ, സീലോ കട്ട ഡിസൈൻ കണ്ട, ഇടയ്ക്ക് കട്ടകൾ വരുന്ന രീതിയിൽ കേട്ടോ. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള ഡിസൈൻ. ഇത് നമ്മുടെ ഹൈവേ ചെയിൻ നോക്കിയേ, നല്ല സൂപ്പർ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്ന ഹൈവേ ചെയിൻ. അപ്പോൾ ഇങ്ങനത്തെ കുറേ മോഡൽസുകൾ നമ്മുടെ എന്താ ഡബിൾ ഗാംഗുലി, ഡബിൾ സച്ചിൻ ഉണ്ടായിട്ടോ. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കസ്റ്റമർ ഇപ്പോൾ എടുത്ത്. ഇങ്ങനത്തെ കുറേ മോഡൽസ്, സിമ്പിളായിട്ടുള്ള മോഡൽസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ വി ചെയിൻസ് ഒക്കെ യൂസ് ചെയ്യാം കണ്ടോ. സിമ്പിളായിട്ടുള്ള നമ്മുടെ വി ചെയിൻ തിന്നായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ കുറേ മോഡൽസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മോഡൽസുകളെല്ലാം നമ്മുടെ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും ഒക്കെ ഇടുന്നുണ്ട്. അതുപോലെ ദുബായ് അജ്മാൻ ഷാർജ ഷോപ്പിലെ കളക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണുക. ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ. നല്ല സൂപ്പർ ഡിസൈൻസ്, യൂണീക്ക് ആയിട്ടുള്ള ഒരു 1 പീസ് ഒക്കെ ഇല്ല, അതൊക്കെ നമ്മൾ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യില്ലേ.